നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ കരോൾ വിലക്കിയ സംഭവം. എസ്ഐക്ക് ക്ലീൻ ചിറ്റ്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം മുടക്കിയ എസ്ഐക്ക് ക്ലീൻ ചിറ്റ് നൽകി അന്വേഷണ സംഘം. ചാവക്കാട് എസ്ഐ വിജിത്ത് ചെയ്തത് നിയമപരമായി ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. രാത്രി 8 മണിക്ക് പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടുന്നത് എസ്ഐ വിലക്കിയിരുന്നു. പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നാണ് എസ്ഐ താക്കീത് നൽകിയത്. സംഭവത്തിൽ നടപടി വേണമെന്ന CPMന്റെ ആവശ്യം പോലീസ് നേതൃത്വം തള്ളി. അതേസമയം എസ്ഐയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പള്ളി അധികൃതർ അറിയിച്ചു. മൂക്കിൽ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. പരാതിയുമായി യുവതി. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ കാഴ്ച നഷ്ടപ്പെട്ടതായി പരാതി. അഞ്ചരക്കണ്ടി മായാമാക്കണ്ടി സ്വദേശി രസ്നയുടെ മൂക്കിന്റെ ദശവളർച്ചയ്ക്ക് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി. ഒക്ടോബർ 24-നായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. 3 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണ് തുറന്നപ്പോഴാണ് കാഴ്ച നഷ്ടമായതെന്നാണ് മനസ്സിലായതെന്ന് യുവതിയുടെ ഭർത്താവും സഹോദരനും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 18-കാരി വാടക കെട്ടിടത്തിൽ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. തിരുവനന്തപുരത്ത് 18-കാരി വാടക മുറിയിൽ പ്രസവിച്ചു. നവജാത ശിശുവിനെ രക്ഷപ്പെടുത്താനായില്ല. കഴക്കൂട്ടത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് പ്രസവിച്ചത്. ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തുമ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊല. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. പെരിയ ഇരട്ടക്കൊല കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കൊച്ചി CBI കോടതിയുടെ വിധി. 2019 ഫെബ്രുവരി 17-ന് രാത്രി 7:30-യോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂര്യാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൻമോഹൻ സിംഗിന് വിട നൽകാനൊരുങ്ങി രാജ്യം. വിലാപയാത്ര തുടങ്ങി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ന് രാജ്യം വിട ചൊല്ലും. രാവിലെ AICC ആസ്ഥാനത്തെ ആരംഭിച്ച പൊതുദർശനം പൂർത്തിയായി. AICC ആസ്ഥാനത്തെത്തി നേതാക്കൾ മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായിട്ടാണ് സംസ്കാരം നടക്കുന്ന യമുന തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. AICC ആസ്ഥാനത്ത് നിന്നും സൈനിക ട്രാക്കിലേക്കാണ് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ രാവിലെ 11-ന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്നാണ് AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചത്. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, സിദ്ധരാമയ്യ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, മറ്റ് കേന്ദ്ര നേതാക്കൾ, MP-മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് നിഗംബോധ് ഘട്ടിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ സേനാ വിഭാഗങ്ങൾ സ്ഥലത്തെത്തി സൈനിക ബഹുമതി നൽകുന്നതിന് തയ്യാറായി. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചവരെ അവധിയായിരിക്കും.